Shari's Learning Vibes. ഇന്ന് നമ്മൾ +2 കൊമേഴ്സ് ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ഒന്നാമത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി എന്താണ് മാനേജ്മെൻറ്റ്? What is management? Management simply means getting things done through other people. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ്. Getting things done means get the activities carried out through others. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവരിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വ്യത്യസ്തങ്ങളായ മാനേജ്മെൻറ്റ് വിദഗ്ധർ വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്? മേരി പാർക്കർ ഫോലറ്റ് നൽകിയിരിക്കുന്ന ഒരു ഡെഫിനിഷൻ, മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് അനുസരിച്ച് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാണ്. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ അടങ്ങിയ ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ്. ആ പ്രോസസ്സ് ഇഫക്റ്റീവായും എഫിഷ്യൻ്റായും ചെയ്യുമ്പോഴാണ് മാനേജ്മെൻ്റ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടേംസ് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. Effectiveness and efficiency. We know that these are two sides of the same coin, but these two aspects need to be balanced in every organization. ഏതൊരു സ്ഥാപനത്തിലും ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ മാനേജ്മെൻറ്റ് എഫക്റ്റീവായിരിക്കണം, അതോടൊപ്പം തന്നെ എഫിഷ്യൻറ്റും ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് ഇത് ചെയ്തു തീർക്കേണ്ടത്. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഇഫക്റ്റീവ്നെസ്, എന്താണ് എഫിഷ്യൻസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? ഒന്നാമതായിട്ട്, മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്. വി നോ ദാറ്റ് മാനേജ്മെൻറ്റ് എയിംസ് അറ്റ് അച്ചീവിങ് സർട്ടൻ സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് ദി എൻ്റർപ്രൈസ്. അതായത് ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റേതായ ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഓരോ സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തത്, മാനേജ്മെൻറ്റ് ഈസ് പെർവാസീവ് ഓർ യൂണിവേഴ്സൽ. മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ഇൻ ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എനിവർ ഇൻ ദ വേൾഡ്. ലോകത്ത് എവിടെയൊക്കെ കൂട്ടായ പ്രവർത്തനം നടക്കുന്നുണ്ടോ അവിടെയൊക്കെ മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. മൂന്നാമതായിട്ട്, മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. എന്താണ് ഈ മാനേജ്മെൻറ്റ് ഒരു മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയാൻ കാരണം? പ്രധാനമായും മാനേജ്മെൻറ്റ് 3 തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് മാനേജ് ചെയ്യുന്നത്. ഒന്നാമത്തത് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, അതായത് അവർ ചെയ്യുന്ന തൊഴിലിനെ മാനേജ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ആളുകളെ മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻ, ആ സ്ഥാപനത്തിലെ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യണം. അങ്ങനെ ഒരേ സമയം തന്നെ മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ, മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് മാനേജ്മെൻറ്റിൻ്റെ ഫ്യൂച്ചറായിട്ട് മാനേജ്മെൻറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്. നാലാമതായിട്ട്, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് അടങ്ങിയ
ഒരു പ്രക്രിയ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് തുടർച്ചയായ ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. മറ്റൊന്ന് അഞ്ചാമതായിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. meaning that goals and objectives of an organization can be effectively attained by a group rather than by an individual. ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല, അവിടെ നടക്കുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിലെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഇനി ആറാമത്തത് മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. അതായത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്റ്റാറ്റിക് ഇൻ ഓൾ സിറ്റുവേഷൻ. ഇറ്റ് മസ്റ്റ് ബി അഡോപ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓരോ മാറിവരുന്ന സാഹചര്യത്തിനനുസരിച്ച് മാനേജ്മെൻറ്റ് അവരുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഏഴാമത്തത് മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. ഇറ്റ്സ് പ്രസൻസ് ഈസ് ഫെൽറ്റ് ബൈ ദ റിസൾട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് ടച്ച് ചെയ്യുവാനോ അല്ലെങ്കിൽ കാണുവാനോ കഴിയില്ല. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഇൻ നേച്ചറാണെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾക്ക് അതിനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: നമ്പർ 1 ഗോൾ ഓറിയൻറ്റഡ്, നമ്പർ 2 പെർവാസീവ്, നമ്പർ 3 മൾട്ടി ഡയമെൻഷനൽ, നമ്പർ 4 കണ്ടിന്യൂസ് പ്രോസസ്, നമ്പർ 5 ഗ്രൂപ്പ് ആക്ടിവിറ്റി, നമ്പർ 6 ഡൈനാമിക് ഫങ്ഷൻ, നമ്പർ 7 ഇൻടാഞ്ചിബിൾ ഫോഴ്സസ്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, മൂന്നാമതായിട്ട് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമതായിട്ട് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിന് മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്, എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ പ്രധാനമായും 3 തരംതിരിച്ചു. നമ്പർ 1 ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, നമ്പർ 2 പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്, നമ്പർ 3 സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഇനി ഒന്നാമത്തെ നമുക്ക് ചർച്ച ചെയ്യാം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ബൈ മാനേജ്മെൻറ്റ് ഫോർ ദി ഓർഗനൈസേഷൻ ആർ കോൾഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സ്ഥാപനം, ഒരു വ്യാപാര സ്ഥാപനം എന്തിനു വേണ്ടിയാണോ സ്ഥാപിച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്കറിയാം, ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ഥിരമായി മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടാക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ സ്ഥിരമായി മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളതും എന്താണ്, ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ. രണ്ടാമത്തെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. എ ബിസിനസ് ഷുഡ് കണ്ടക്ട് ദ ആക്ടിവിറ്റീസ് ടു ഫുൾഫിൽ ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹം എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷണൽ ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സമൂഹത്തിന് ദോഷകരമാകുന്ന രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ദ മാനേജ്മെൻറ്റ് മസ്റ്റ് റീകൺസിൽ പേഴ്സണൽ ഗോൾസ് വിത്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ടു ഹാവ് ഹാർമണി ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഒരു
മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങളുണ്ട്, സ്ഥാപനപരമായ ലക്ഷ്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹികമായ ലക്ഷ്യങ്ങളുണ്ട്. അത് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സുമുണ്ട്. അതായത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ വേതനം നൽകുക, അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അവർക്ക് പ്രൊമോഷനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിൻ്റെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം. അത് പ്രധാനമായും ഒന്നാമതായിട്ട് പറയുന്നത് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. അതായത് വ്യക്തി താല്പര്യത്തിനേക്കാളും കൂടുതൽ വേണ്ടത് ഗ്രൂപ്പ് ഗോളാണ്. സാമൂഹ്യമായ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ കൂട്ടമായ ഒരു പ്രവർത്തനമാണ് അതിൽ ആവശ്യമായി വന്നിട്ടുള്ളത്. രണ്ടാമത്തേത് ഇൻക്രീസസ് എഫിഷ്യൻസി. അതായത് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു അച്ചീവ് ദി ഗോൾസ് വിത്ത് ദി മിനിമം റിസോഴ്സസ്. ഒരു സ്ഥാപനത്തെ മാനേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അവരുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പരമാവധി റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾക്കിവിടെ മനസ്സിലാകുന്നു. കാരണം മാനേജ്മെൻറ്റ് ഇല്ലാതെയും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. എന്നാൽ എഫിഷ്യൻ്റായ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും എഫിഷ്യൻസി കൈവരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇനി മൂന്നാമത്തത് ക്രിയേറ്റ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. അതായത് അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് മസ്റ്റ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഓർഗനൈസേഷൻ ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. അതായത് അവിടെ ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നു. തൊഴിലാളികളുടെ ആവശ്യത്തിനനുസരിച്ച് സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ഈ മാനേജ്മെൻറ്റിലൂടെ സാധിക്കുന്നു. അപ്പം തൊഴിൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ തൊഴിലാളികളെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൃത്യമായ ട്രെയിനിങ് നൽകാവുന്നതാണ്. അതേപോലെ സാമൂഹ്യ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ബോധവൽക്കരണത്തിലൂടെ അവരെ ബോധിപ്പിക്കാവുന്നതാണ്. അതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് എ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതായത് അലോങ് വിത്ത് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻഡിവിജ്വൽസ് മെമ്പർ ഇൻ ദ ടീം ഷുഡ് ബി ആബിൾ ടു അച്ചീവ് ദെയർ പേഴ്സണൽ ഗോൾസ്. അതായത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓർഗനൈസേഷണൽ ഗോൾ എന്ന് പറയുന്നത് പരമാവധി ലാഭം ഉണ്ടാക്കുക, ഗ്രോത്ത് ഉണ്ടാക്കുക, മാർക്കറ്റിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ ലക്ഷ്യവും കൂടെ എന്ത് ചെയ്യണം, ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കണം. അവർക്ക് കൃത്യമായ വേതനം ലഭിക്കണം, അവർക്ക് തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാകണം, അവർക്ക് പ്രൊമോഷൻ സാധ്യത ഉണ്ടാകണം. ഇതൊക്കെ സാധിക്കുന്നത് മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ്. മറ്റൊന്ന് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. അതായത് മാനേജ്മെൻറ്റ് ഡെവലപ്സ് നോട്ട് ഓൺലി ദ ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ദ സൊസൈറ്റി. അതായത് മാനേജ്മെൻറ്റ് മാത്രമല്ല ഡെവലപ്പാകുന്നത്, അതോടൊപ്പം തന്നെ സൊസൈറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പാകുന്നുണ്ട്. അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്പർ 1 helps to achieve group goals. Number 2 increases efficiency. Number 3 create a dynamic organization. Number 4 helps in achieving personal objectives. Number 5 helps in development of society. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രകൃതമാണ്. പ്രധാനമായും മാനേജ്മെൻറ്റിന് 3 പ്രകൃതമാണുള്ളത്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്, മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. എന്താണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞാൽ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്കില്ലും അയാളുടെ നോളജും അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതൊരു മാനേജ്മെൻറ്റായി മാറുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മാനേജ്മെൻറ്റ് ഒരു ആർട്ടാന്ന് പറയാം.
ഓക്കെ, അതായത് ഒരു മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ബിക്കോസ് എ മാനേജർ യൂസസ് ഹിസ് സ്കിൽസ് ആൻഡ് നോളജ് ഇൻ ഹിസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഫോർ അച്ചീവിങ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു ആർട്ടിൻ്റെ പ്രത്യേകതകൾ? ആർട്ട് എന്ന് പറഞ്ഞാൽ കല. നമുക്കറിയാം, ഓരോ ആളുകൾക്കും ജന്മന ലഭിക്കുന്നതാണ് ഒരു കല എന്ന് പറയുന്നത്. അതുകൂടാതെ ആർട്ടിന് പ്രത്യേകമായ ചില ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. അതായത് ഒരു ഏത് വിഷയത്തിലാണ് ഒരാൾ പ്രാവീണ്യം നേടിയിട്ടുള്ളത് അതിൽ അയാൾക്ക് അഗാധമായ നോളജ് ഉണ്ടായിരിക്കണം. അതാണ് ഒരു ആർട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പോൾ നമ്മൾക്കറിയാം യേശുദാസ്, KJ യേശുദാസ് വേൾഡ് ഫേമസ് സിംഗറാണ്. അദ്ദേഹം ഫേമസ് സിംഗറാണെങ്കിൽ പോലും ആ സോങ് പാടുന്ന രംഗത്ത് അദ്ദേഹത്തിന് ആ പാട്ടിനെ കുറിച്ചുള്ള തിയററ്റിക്കലായ നോളജ് അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഓക്കെ, അത് ഒരു കലയുടെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ കലയുടെ പ്രത്യേകത ആയിട്ട് വന്നത് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. അതായത് വ്യത്യസ്തങ്ങളായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് അറിവുകൾ ഉണ്ടാവുക. KJ യേശുദാസിൻ്റെ അറിവ് ആയിരിക്കില്ല KS ചിത്രക്കുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഡാൻസറുടെ അറിവായിരിക്കില്ല ഒരു സിംഗർക്ക് ഉണ്ടാവുക. രണ്ടും വ്യത്യസ്തങ്ങളായിരിക്കും. ഓക്കെ, അപ്പം ഒരു കലയുടെ പ്രത്യേകത പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്, അത് വ്യക്തിപരമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം റിയാലിറ്റി ഷോ ഒക്കെ നടക്കുമ്പോൾ ആ മേഖലയിൽ എക്സ്പേർട്ടായ ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. കാരണം അവർ ആ മേഖലയിൽ എക്സ്പേർട്ടാകുന്നത്. അത് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, ഈ മൂന്നാമത്തത് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ആർട്ട് ഇൻവോൾവ്സ് ക്രിയേറ്റീവ് പ്രാക്ടീസ് ഓഫ് എക്സിസ്റ്റിംഗ് തിയററ്റിക്കൽ നോളജാണ്. ഓക്കെ, അതായത് ഒരു സൃഷ്ടിപരത ഒരു ആർട്ടിലുണ്ട്. അതായത് ഒരു കല എന്ന് പറയുന്നത് അതിൽ അയാൾ എക്സ്പേർട്ടായിരിക്കും, അതിൽ അഗാധമായ പാണ്ഡിത്യം അയാൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റും എന്താണ് ഒരു ആർട്ടാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? മാനേജ്മെൻറ്റിൽ എന്ത് വേണം? തിയററ്റിക്കലായ നോളജ് വേണം. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് എന്താണ്? പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ആ സ്ഥാപനത്തെ മാനേജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതെന്താണ്? ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതൊരു സൃഷ്ടിപരതയാണ് ഒരു മാനേജ്മെൻറ്റ്. ഇതൊക്കെ ഈ ഒരു പ്രത്യേകതയൊക്കെ ഉള്ളത് കൊണ്ടാണ് മാനേജ്മെൻറ്റും ഒരു ആർട്ടാണെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് മാനേജ്മെൻറ്റ് ഈസ് എ സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലോജിക്കലി ഒബ്സർവ്ഡ് ഫൈൻഡിങ്സ്, ഫാക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. ഒരു സയൻസ് എന്ന് പറയുന്നത് നിരവധി നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളിലൂടെയൊക്കെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അത് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജാണ്. ഇനി അതിനെന്തുണ്ടാകും? പ്രിൻസിപ്പിൾസ് ഉണ്ടാകും. ആ പ്രിൻസിപ്പിൾസ് എങ്ങനെ ഉണ്ടായതാണ്? വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞു വന്നവരായിരിക്കും ഈ സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രിൻസിപ്പിൾസൊക്കെ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതാണ്. അതായത് ശാസ്ത്രത്തിൻ്റെ എല്ലാ തത്വങ്ങളും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാർവത്രികമായി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് എന്ന് പറയുന്നത്. കാരണം മാനേജ്മെൻറ്റിനും ഒരു സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഉരുത്തിരിഞ്ഞു വന്നവയാണ്. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ അപ്ലിക്കബിളാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് മാനേജ്മെൻ്റ് ഒരു സയൻസ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും മാനേജ്മെൻറ്റ് ഒരു എക്സാക്റ്റ് സയൻസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ മാനേജ്മെൻറ്റിൽ പരീക്ഷണവും നിരീക്ഷണമൊക്കെ നടത്തുന്നത് മനുഷ്യനെയും അവൻ്റെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തെയുമാണ്. അത് ഏത് സമയത്തും
ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു ഫിസിക്സിനെ പോലെ, ഒരു കെമിസ്ട്രിയെ പോലെ ഒരു എക്സാക്റ്റ് സയൻസ് ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് പകരം മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻഎക്സാക്റ്റ് ഓർ സോഫ്റ്റ് സയൻസ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി മറ്റൊന്ന് മൂന്നാമത്തത് മാനേജ്മെൻറ്റ് ഈസ് എ പ്രൊഫഷൻ. We know that a profession is an occupation backed by a specialized knowledge and training and to which entry is regulated by a representative body. ഒരു പ്രൊഫഷൻ എന്ന് പറയും, നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിദഗ്ധ തൊഴിൽ. അതിന് പ്രത്യേക സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, അതിന് പ്രത്യേക ക്വാളിഫിക്കേഷൻസ് വേണം, അതിന് ട്രെയിനിങ് ആവശ്യമാണ്. അതുകൂടാതെ അത് ഒരു ബോഡിയെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു ഒരു പ്രൊഫഷന് എക്സാമ്പിളായിട്ട്, ഇപ്പം അഡ്വക്കേറ്റ്സ്, ഡോക്ടർ, എൻജിനീയർ എന്നൊക്കെ നമ്മൾ പഠിച്ചു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഒരു പ്രൊഫഷനാണ്. അവരൊക്കെ എന്താണ്? ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ട്? ഇതിൽ LLB എന്ന് പറയുന്ന യോഗ്യത ആവശ്യമാണ്, സ്പെഷ്യലൈസ്ഡ് നോളജാണ്, നിയമത്തിൽ പ്രത്യേക യോഗ്യതയുണ്ട്, അതിന് അവർക്ക് ട്രെയിനിങ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൂടാതെ അവർക്ക് പ്രത്യേക ബോഡിയുണ്ട്, അവർക്ക് കൊടുക്കുന്ന ബിരുദം കൊടുക്കാൻ ഒരു പ്രത്യേക ബോഡിയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജാണ്. അതായത് ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജാണ്. ഇവിടെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ ഡെവലപ്ഡ് ബൈ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടാണ്. മാനേജ്മെൻറ്റ് എക്സ്പേർട്സാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എല്ലാ ആളുകൾക്കും ഈ രംഗത്തേക്ക് കടന്നു വരാൻ സാധിക്കില്ല. റെസ്ട്രിക്റ്റഡ് എൻട്രി, എല്ലാവർക്കും അഡ്വക്കറ്റ് ആകാൻ പറ്റാത്തതുപോലെ, എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റാത്തതുപോലെ, എല്ലാവർക്കും ഒരു എൻജിനീയർ ആവാൻ പറ്റാത്തതുപോലെ, എല്ലാവർക്കും ഒരു ബിസിനസ്സുകാരാൻ സാധിക്കും, കാരണം നോ റെസ്ട്രിക്ഷൻ. എന്നാൽ എല്ലാവർക്കും ഒരു എൻജിനീയർ ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അഡ്വക്കറ്റ് ആകാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ റെസ്ട്രിക്റ്റഡാണ്, എൻട്രി റെസ്ട്രിക്റ്റഡാണ്. അതേപോലെ മാനേജ്മെൻറ്റിനും എന്താണ്? മാനേജ്മെൻറ്റ് റിക്വയർസ് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡഡ് ബൈ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണൽ ഓർഗനൈസേഷൻ, അല്ലേ? ഇപ്പോൾ ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ IIM നൽകുന്ന പ്രത്യേകമായ ട്രെയിനിങ്ങും നോളജും അവർക്ക് അവൈലബിൾ ആവണം. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? ഒരു അസോസിയേഷൻ ഉണ്ടാവണം. ഒരു പ്രൊഫഷൻ്റെ പ്രത്യേകതയാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഓക്കെ, ഈ മാനേജ്മെൻറ്റ് രംഗത്താണെങ്കിൽ AIMA എന്ന് പറയാം, അതായത് ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നൽകുന്ന പ്രത്യേകമായ ഒരു കോഴ്സുകളുണ്ട് മാനേജ്മെൻറ്റ് രംഗത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണെന്ന് പറയുന്നത്. അതുകൂടാതെ എത്തിക്കൽ കോഡ്സ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. പ്രൊഫഷൻ അങ്ങനെയാണ്, അല്ലേ? ഓൾ പ്രൊഫഷൻസ് ആർ ബോൺ ബൈ എ കോഡ് ഓഫ് കോണ്ടക്ട് വിച്ച് ഗൈഡ് ദ ബിഹേവിയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇപ്പോൾ LLB കഴിഞ്ഞ ആളുകൾക്ക്, MBBS കഴിഞ്ഞ ആളുകൾക്ക്, B.Ed കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നൽകുന്നുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ഒരു ബോഡി, ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ്. അതേപോലെ ഈ മാനേജ്മെൻറ്റിനും എന്തുണ്ട്? ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. ഓക്കെ, ഇനി എപ്പോഴും ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് മോട്ടീവാണ്, അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. പ്രൊഫഷൻ്റെ എന്താണ്? ഒരു സർവീസ് മോട്ടീവാണ്. അവർ ചെയ്യുന്നത് സർവീസാണ്, അതിന് പകരം അവർക്ക് കിട്ടുന്നത് ഫീസാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇതും എന്താണ്? മാനേജ്മെൻറ്റും ഒരു സർവീസ് മോട്ടീവാണ്. ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ്. There are generally 3 levels of management in an organization. That is top level management, middle level management and lower level management. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഒരു വീട്ടിൽ എടുക്കുകയാണെങ്കിൽ ആ വീട്ടിൽ തന്നെ 3 തരത്തിലുള്ള ലെവൽസ് ഉണ്ടാകും. അതായത് മുത്തച്ഛൻ, അച്ഛൻ, ഇളയച്ഛൻ. അപ്പോൾ അതേപോലെ തന്നെ ആ 3ഉം ഓരോ അധികാര കേന്ദ്രങ്ങളാണ്. മുത്തച്ഛൻ്റെ അധികാരം, അച്ഛൻ്റെ അധികാരം, അതോടൊപ്പം തന്നെ ഇളയച്ഛൻ്റെ അധികാരം. അതേപോലെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ 3 തലങ്ങളാണുള്ളത്. ഒന്നാമത്തത്
ടോപ്പ് ലെവൽ, അതായത് ഉന്നത തലം. രണ്ടാമത്തത് മിഡിൽ ലെവൽ, മധ്യതലം. മൂന്നാമത്തത് ലോവർ ലെവൽ, കീഴ്ത്തലം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മാനേജേഴ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഇൻ ദി മാനേജ്മെൻറ്റ് ഹയറാർക്കി. സപ്പോസ് ഫോർ എക്സാമ്പിൾ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ്സ് ആൻഡ് ജനറൽ മാനേജേഴ്സ്. ഇവരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം റിലയൻസിൻ്റെ ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ നമുക്ക് മുകേഷ് അംബാനി എന്താണ്, ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ആളാണ്. രണ്ടാമത്തത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് തൊട്ട് താഴെയായിട്ടുള്ള മാനേജ്മെൻറ്റാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അവിടെ ദിസ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് തയ്യാറാക്കുന്ന നയങ്ങളും തീരുമാനങ്ങളൊക്കെ നടപ്പിൽ വരുത്തുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ഒരു സ്ഥാപനത്തിലെ ഉന്നതതല മാനേജ്മെൻറ്റിനെയും അതേപോലെ തന്നെ കീഴ്ത്തല മാനേജ്മെൻറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ദിസ് ലെവൽ ഈസ് ഓൾസോ നോൺ ആസ് എ സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ്. അതായത് ഫോർമാൻ, സൂപ്പർവൈസർ, ഫിനാൻസ് ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ, പർച്ചേസ് ഓഫീസർ, ഇങ്ങനെയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു തലമാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവർ പ്രധാനമായും ചെയ്യുന്നത് ദേ അസൈൻ സ്പെസിഫിക് ജോബ് ടു ദി വർക്കേഴ്സ് ആൻഡ് ഇവാലുവേറ്റ് ദെയർ പെർഫോമൻസ് ആൻഡ് റിപ്പോർട്ട് ടു ദി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ഈ അവരുടെ ഉള്ള ഒരു ഫോർമാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻസ് ഓഫീസർ, അവർക്ക് കീഴിലുള്ള തൊഴിലാളികൾക്ക് അതാത് ദിവസം ചെയ്യേണ്ട ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, അവരുടെ ഡ്യൂട്ടി ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ്, അതേപോലെ തന്നെ അവരുടെ വർക്ക് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യുക. ഇത്തരം പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ധർമ്മം. പ്രധാനമായും 5 ധർമ്മങ്ങളാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തത് പ്ലാനിങ്, 2 ഓർഗനൈസിങ്, 3 സ്റ്റാഫിങ്, 4 ഡയറക്റ്റിംഗ്, 5 കൺട്രോളിങ്. ഓക്കെ, 5 പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഒരു മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇതിൽ these activities which a manager performance are called functions of management. അതായത് ഈ 5 പ്രവർത്തനങ്ങളുടെ മൊത്തം നമ്മൾ എന്ത് പറയും, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഒന്നാമത്തത് പ്ലാനിങ്. ഇത് ഈ 5 ഫങ്ഷൻസും ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. എങ്കിൽ പോലും ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് നൽകാവുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. It is the act of deciding in advance what to do, when to do, how to do and who will do a particular job. അതായത് ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. ഇനി രണ്ടാമത്തത് ഓർഗനൈസിങ്. Organizing is a process of establishing relationship among the members of the enterprises. The relationship is created in terms of authority and responsibility. അതായത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്
ഓർഗനൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് സ്റ്റാഫിംഗ്. ഈ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്രൈസൽ ഓഫ് എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ആ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റാഫിംഗ് ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു പ്ലേസ് ദി റൈറ്റ് പേഴ്സൺ ആൻഡ് ദി റൈറ്റ് ജോബ് അറ്റ് ദി റൈറ്റ് ടൈം. അതാണ് ഈ സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ് and inspiring people in the organization to achieve organizational goals. അതായത് ആ സ്ഥാപനത്തിൽ അവൈലബിൾ ആയിട്ടുള്ള തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവരെ ഗൈഡ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് കൺട്രോളിംഗ് ആണ്. Controlling deals with the measurement and correction of the performance of person against the predetermined standard. അതായത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിലേക്ക് ആളുകൾ അല്ലെങ്കിൽ തൊഴിലാളികൾ എത്തുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്.